പഞ്ചാരക്കൊല്ലിയിൽ ആശ്വാസം. പഞ്ചാരക്കൊല്ലി മേഖലയിൽ കടുവ ചത്ത നിലയിൽ കടുവയെ കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ഭീതി വിതച്ച നരഭോജി കടുവ ചത്തു. ഇന്ന് പുലർച്ചെ ദൗത്യസംഘമാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. അവശ്യ നിലയിലായ കടുവ ഇന്നലെ രാത്രി മുതൽ ദൗത്യസംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകടുവയാണ് നാട്ടിൽ ഭീതി വിതച്ചത്. മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കടുവ വനം വകുപ്പിന്റെ റഡാറിലായത് ഇന്നലെ രാത്രി മുതൽ. പുലർച്ചെ മുതൽ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അവശത പ്രകടിപ്പിച്ചിരുന്ന കടുവയെ പിലാക്കാവ് 3 റോഡിനടുത്ത് ഒരു വീടിനോട് ചേർന്ന് ചത്തുനിലയിൽ പിന്നീട് കണ്ടെത്തി. ശരീരത്തിലെ മുറിവുകൾ വനത്തിനകത്ത് മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. മോർണിംഗ് നമ്മൾ ഫർദർ പെരാമ്പുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിന്റെ സൈഡിൽ ഡെത്ത് ആയിട്ട് കണ്ടെത്തി. നല്ല ഫൈറ്റ് വുണ്ട് ഉണ്ട്, നല്ല കോൺഫ്ലിക്റ്റ് ഇഞ്ചുറി ഉണ്ട്, വേറെ ടൈഗറായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. ഇത് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈറ്റ് വൂണ്ടാണ്. രാവിലെ ഒരു നേരമായപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ്. ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സ് നോക്കി. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്താലേ നമുക്ക് കൂടുതൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാനുള്ളൂ. വേറെ ഷൂട്ടിംഗ് ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് വനം മന്ത്രി. വയനാട്ടിൽ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടാനുള്ള ദൗത്യം തുടരും. മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളവും പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇത് ഇവിടെ വെച്ച് നിർത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നില്ല. കടുവ ചത്ത സാഹചര്യത്തിൽ പഞ്ചാരക്കൊല്ലിയിൽ ഏർപ്പെടുത്തിയിരുന്ന കർഫ്യൂ പിൻവലിച്ചു. കാലുഷ്യത്തിന്റെ 3 നാൾ കടന്ന പഞ്ചാരക്കൊല്ലി സ്വാഭാവിക ജീവിതത്തിലേക്ക്. അടിക്കാട് വെട്ടുന്നതടക്കം നാട്ടുകാരുന്നയിച്ച ആവശ്യങ്ങൾ പലതുണ്ട്. ഇതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പ്രത്യാശ. അഭിജിത്ത് മുഴക്കുന്നിനും മനു ദാമോദരനും ഷിജു ചവറയ്ക്കുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.